അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ബീഫ് പെരളൻ അഥവാ ബീഫ് ചാറുകറി എന്നൊക്കെ പറയാം. ഇതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്പം ഇഞ്ചി, അല്പം വെളുത്തുള്ളി, അല്പം പെരിഞ്ജീരകം, അല്പം മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ വേവിക്കാൻ നേരം ഇട്ടത് കൊണ്ട് നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ഇനി സവോളയും 1-2 കാന്താരി മുളകും അല്ലെ പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി എല്ലാം നമ്മൾ ആവശ്യത്തിന് ബീഫ് വേവിക്കാൻ ചേർത്തിരുന്നു. ഇനി നമുക്ക് അതിന്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ കുരുമുളക് പൊടി ബീഫ് വേവിക്കാൻ ഇട്ടതാണ്. ഇനി നിങ്ങളുടെ എരിവിന്റെ പാകത്തിന് 1-2 പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇവിടെ ഒരു 1/4 കിലോ ബീഫാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഒരു വലിയ സവോള കൊത്തിയരിഞ്ഞതാണ്. നിങ്ങൾക്ക് ടേസ്റ്റിന് വ്യത്യാസപ്പെടുത്തി സവോളയ്ക്ക് പകരം വേണമെങ്കിൽ കൊച്ചുള്ളിയും ചേർക്കാവുന്നതാണ്. ഇനി അല്പം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി ഇടുക. ബീഫിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം സവോളയ്ക്ക് അതനുസരിച്ച് ഒരു നുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ പോരെങ്കിൽ പിന്നെ കറി ആയതിനു ശേഷം ചേർക്കാം. ഇനി നമുക്ക് അല്പം കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോളയ്ക്ക് ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു അല്പം മഞ്ഞൾ പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. ഇനി നന്നായി നമുക്ക് ആ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ സവോള ഒന്ന് ചെറുതായി വാടി തുടങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം ഒരല്പം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ഇനി ഈ 2 പൊടികൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി അതിന്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ ഒന്ന് വഴറ്റാം. ഇനി നമ്മൾ ഇറച്ചി വേവിച്ചതിന്റെ സ്റ്റോക്ക് അല്പം ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളുടെ ആ പച്ചച്ചോവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം നമ്മൾ സ്റ്റോക്ക് ഒഴിക്കുന്നു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ആ മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേവിച്ചു വെച്ച ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. ഇത് പുട്ടിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ബ്രെഡ് പൊറോട്ട ഏത് കോമ്പിനേഷന്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് നല്ല അരിപ്പുട്ടിന്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കാൻ നേരം ഒരല്പം ഗരം മസാല ചേർത്തിരുന്നു. ഇനി നമുക്കൊരു നല്ല സ്മെല്ലിന് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അല്പം കറിവേപ്പില നമുക്ക് തൂക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഉപ്പും എരിവും നിങ്ങൾ ഈ സമയത്തൊന്ന് നോക്കുക. പോരെങ്കിൽ എരിവിന് കുരുമുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ 1 കപ്പ് 1/4 പാലാണ് ചേർക്കുന്നത്.
തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ വെക്കുക, തിളച്ചു പോകരുത്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാല്. അപ്പൊ 1/4 കപ്പ് ഒന്നാം പാല് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുക. പുട്ടിനായതുകൊണ്ട് ഇച്ചിരി ഗ്രേവി. ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്ന് സെർവ് ചെയ്യുന്നത് നമ്മുടെ അരിപ്പുട്ടിന്റെ കൂടെയാണ്. അപ്പൊ പുട്ടിന്റെ കൂടെ സെർവ് ചെയ്യുമ്പം ഒരല്പം ഗ്രേവി കൂടുതൽ വേണം. അതിനാണ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പച്ചയേലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഇനി നമുക്കൊരല്പം 1-2 മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലെങ്കിൽ ഏലക്കായും മല്ലിയിലയും തികച്ചും ഓപ്ഷണൽ ആണ്. അങ്ങനെ നമ്മുടെ ഈസിയും അതേസമയം ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ബീഫ് പെരളൻ അഥവാ ബീഫ് ചാറ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പുട്ടിന്റെ കൂടെ, അരിപ്പുട്ടിന്റെ കൂടെയാണ് മെയിനായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബീഫ് പെരളൻ അഥവാ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യാനായി നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു റെസിപ്പിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി. താങ്ക് യു.